ഹായ് ഗായ്സ്, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. മഴയായത് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തോരാത്ത മഴയായിരുന്നു. സോ ഇത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. എൻ്റെ ഒരു 5 minute 37 seconds ഒരു ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇത്ര ലെങ്ത് ഉള്ളത്. എല്ലാവരും ഒന്ന് കാണുക, പ്ലീസ് എൻജോയ്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാ വിളവുകളുടെയും നമ്മൾ നട്ടിരിക്കുന്ന എല്ലാ ചെടികളുടെയും വിശേഷങ്ങളാണ്. ഇത് കുറ്റിപ്പയറാണ്, വയലറ്റ് കുറ്റിപ്പയർ. ഇഷ്ടംമാതിരി പറിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നന്നായിട്ട് കാ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇത് വരുന്നത് നമ്മുടെ വഴുതനയാണ്, വെള്ള വഴുതന, വെള്ള വഴുതന. അതിന് നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ട്, നട്ടിട്ട് അധികം ആയിട്ടില്ല. ഇതിപ്പോൾ വയലറ്റ് വഴുതനയാണ്. ഇതിന് നമ്മൾ കുറച്ച് കായ പിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇതിപ്പോൾ ഇതൊരെണ്ണം മാത്രം ഇങ്ങനെ ഇരിക്കുവാണ്, ബാക്കിയുള്ളതൊക്കെ കായ പിടിച്ച് വരുന്നതേ ഉള്ളൂ. മഴയത്ത് ഇത് നന്നായിട്ട് കായ്ഫലം തരുന്നുണ്ട് കേട്ടോ. വെണ്ടയും പയറും മഴയത്ത് കൃഷി ചെയ്യാൻ നല്ലതാണ്. വെണ്ട, പയർ, അതുപോലെ വഴുതന. തക്കാളി കുറച്ച് മോശമായിട്ടാണ് നിൽക്കുന്നത്, കാരണം മഴ ആയത് കാരണം പൂക്കളൊക്കെ ഒന്നും അധികം പിടിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് മൂക്കാനും കായ്ക്കാനും മഴക്കാലത്ത് പ്രയാസമാണ് തക്കാളി. ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് കയറാൻ പറ്റുന്ന ദിവസമൊക്കെ വന്നിട്ട് ഈ പൂക്കളിങ്ങനെ തട്ടിക്കൊടുക്കാറുണ്ട്, പോളിനേഷൻ ഒന്നും കൂടെ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നട്ടിരിക്കുന്നത് ചുമന്ന ആനക്കൊമ്പൻ വെണ്ടയാണ്. 4 തൈ മാത്രമേ തണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അതിന് മുട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കും ലേഡി ബഗ് ആണ്, പക്ഷെ അതല്ല. ഇത് അതിൻ്റെ തന്നെ മിമിക് ചെയ്യുന്ന വേറൊരു ജീവിയാണ്. അതാണ് ഇലയൊക്കെ തിന്ന് കളയും. അപ്പോൾ അതിനെ നമ്മൾ നശിപ്പിച്ച് കളയണം. നമ്മൾ ഈ എന്താ പറയുക, വിഷമൊന്നും അടിക്കാത്ത കൊണ്ടിട്ട് ഈ കീടങ്ങളൊക്കെ ഉണ്ടാവും. മുളകുകളൊക്കെ മുരടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. മരുന്നടിച്ചിട്ട് അതൊന്നും ശരിയാവുന്നില്ല, കാരണം മഴയാകുമ്പം മരുന്നടിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും മഴ വന്ന് അതെല്ലാം കഴുകി പോവുക. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകൊക്കെ ഇനി ഞാൻ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. മരുന്നൊക്കെ ഒന്നുകൂടെ തളിച്ച്. എന്നാലും വീട്ടിലത്തെ കൊണ്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് മീറ്റർ പയർ, ഡാർക്ക് ഗ്രീനാണ്. ഇപ്പോൾ തന്നെ നല്ല ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. ഇത് താഴേക്ക് വീണ് നനഞ്ഞ് കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് മുകളിൽ വയ്ക്കുന്നത്. കണ്ടോ, കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ, പന്തലിലേക്കൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. ഈ കായാവുമ്പോഴേക്കും, ഈ പയറാവുമ്പോഴേക്കും നമുക്ക് ഒരു 5-6 പയറൊക്കെ മതിയാവും ഒരു കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളർത്തുന്നത് നല്ലതാണ്, നമുക്കധികം ബുദ്ധിമുട്ടുമില്ല. മഴക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല, മുഞ്ഞകളുടെയൊക്കെ ശല്യം കുറവായിരിക്കും. നമ്മുടെ കാന്താരി, സെറാമുളക് കിട്ടുന്നുണ്ട്, പക്ഷേ മുരടിപ്പ് കാരണം കായ്കൾ കുറവാണ്. ഇതും മീറ്റർ പയർ തന്നെയാണ്, ലൈറ്റ് ഗ്രീനാണ്. നേരത്തെ കാണിച്ചത് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു, ഇതിപ്പോൾ ലൈറ്റ് ഗ്രീനാണ്. കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ. പൂക്കളൊക്കെ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒട്ടുമിക്കതൊക്കെ കായ്കളായി കിട്ടുന്നുമുണ്ട് കേട്ടോ. നമുക്കിത് കണ്ടാലേ പറിക്കാൻ തോന്നത്തില്ല, അത്ര ഭംഗിയാണ് മരത്തെ കിടക്കുന്നത് കാണാനേ. തത്തയുടെ ശല്യം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഈ വല ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാരണം വന്നിട്ടില്ല ഇതുവരെ. ഇതും പയർ തന്നെയാണ്. ഇത് ഡാർക്ക് ഗ്രീനാണ്. പന്തലിലേക്കൊക്കെ കയറിപ്പോയി കാ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ കുറ്റിപ്പയർ ഇതാണ്ട്. ഇത് ഒരു തരം കാന്താരിയാണ്. ഞാൻ തൈയായിട്ട് വാങ്ങിയതാണ്, പക്ഷെ അത് കുരുടിപ്പ് കാരണം ഞാൻ അതിൻ്റെ കൂമ്പൊക്കെ നുള്ളി കൊടുത്തിട്ട് അതിപ്പം ഒന്നുകൂടെ എന്താ പറയുക, മഴയുടെ ആ ഒരു ഇത് കൊണ്ട് തളിർപ്പൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ചെറുതായിട്ടൊരു കുരുടിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിന് കായ്ച്ചാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനത്തെ മുളകാണെന്നുള്ളത്. കാന്താരിയാണെന്ന് അവർ പറഞ്ഞത്. പിന്നെ കോവയ്ക്കും കാപിടുത്തം ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, മഴയായത് കാരണമെന്ന് തോന്നുന്നു. കാ പിടിക്കുന്നില്ല.
വളമൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പോയി എന്ന് കരുതിയ ഒരു ആമ്പലാണ്. ഇപ്പം കിഴങ്ങായിട്ട് തനിയെ മുളച്ച് വന്നിരിക്കുകയാണ്. ഞാനതപ്പോൾ ടബിൽ എന്തായാലും മണ്ണെടുത്ത് വെച്ചിരിക്കുന്ന കാരണം അതിൽ നട്ടു കൊടുത്തിരിക്കുക തൽക്കാലത്തേക്ക്. പാവയ്ക്ക അന്ന് 2 എണ്ണം വീണിരുന്നത് ഞാൻ എടുത്തായിരുന്നു, കാരണം അതിന് വലിപ്പം വയ്ക്കുന്നില്ല, മുരടിച്ചിരിക്കുക. അപ്പോൾ അത് കാരണം ഞാനതെടുത്ത് ഉപയോഗിച്ചായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഇനി ആയി വരുന്നതേ ഉള്ളൂ. പ്ലീസ് എൻജോയ്.